നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് മടങ്ങണം. അതാണ് പരിഹാരം. ഈമാൻ, ലോകത്തെല്ലാ അമ്പിയാക്കളുടെയും ഈമാനിനെ അള്ളാഹു കണക്ട് ചെയ്തത് റസൂലുള്ളാഹിനോടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ അമ്പിയാക്കളുടെയും. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് തിരിഞ്ഞോ? നിങ്ങൾക്ക് പറഞ്ഞത് തിരിഞ്ഞോ? എല്ലാ അമ്പിയാക്കളോടും അള്ളാഹു നൽകിയ ഒരു കരാറ് ഖുർആനിലുണ്ട്. വൈദാ ഖദല്ലാഹു മീസാഖൻ നബിയ്യീന ലമാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മ ثم جاءكم رسول مصدق لما معكم لتؤمنن به ولتنصرنه. ലോകത്തുള്ള എല്ലാ പ്രവാചകന്മാരും പ്രവാചകന്മാരാകും മുമ്പേ അള്ളാഹു ഒരു കരാറ് ചെയ്തവരോട്. എന്താ കരാറ്? നിങ്ങൾ പ്രബോധനം ചെയ്യുന്ന കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നാൽ നിങ്ങൾ നിങ്ങളുടെ പണി നിർത്തണം, റസൂലുള്ളാഹിന്റെ കൂടെ കൂടണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അഥവാ എല്ലാവരുടെ ഖൽബിലും അല്ലാഹു തആല ഒരു ലീഡറെ നിശ്ചയിക്കുകയാണ്. ലീഡർ ആരാ? മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ദഅവത്ത് ചെയ്യുന്ന കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നാൽ ലതുഅ്മിനുന്ന ബിഹി, നിങ്ങൾ റസൂലിനെ വിശ്വസിക്കുന്ന ഒരു അനുയായിയാവണം. അഥവാ അന്ന് മുതൽ നിങ്ങളുടെ പണി എന്തല്ല? റസൂലായുള്ള പണിയല്ല. നിങ്ങളുടെ പണി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കുന്ന പണിയാണ്. വലതൻസുറുന്ന. ഇതെന്തിനാ അല്ലാഹു കരാറ് ചെയ്തത്? ഖൽബിന്റെ ലീഡർ റസൂലായാൽ ആർക്കും രക്ഷപ്പെടാം. ഖൽബിന്റെ ലീഡർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ എത്ര വലിയവനാണെങ്കിലും താഴോട്ട് പോകും. ഒന്ന് പറഞ്ഞത് തിരിഞ്ഞോ? സയ്യിദുന ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ഒരിക്കൽ മക്കളുടെ പരമ്പരയെ മൊത്തം കാണിച്ചു കൊടുത്തു. അപ്പൊ സയ്യിദുന ആദം നബി അലൈഹിസ്സലാം അതിലൊരു നല്ല പ്രകാശിക്കുന്ന വെളിച്ചം കണ്ടു. ആദം നബി അലൈഹിസ്സലാം ചോദിച്ചു, അല്ലാഹുവേ, ഈ നല്ല പ്രകാശം ആരുടേതാണ്? അല്ലാഹു തആല പറഞ്ഞു, ഹാദാ നബിയുക അഹ്മദ്. മറുപടി വളരെ മനോഹരാണ്. ഇങ്ങനെ പറയായിരുന്നു, ഇത് നിങ്ങളെ മോനായ മുഹമ്മദ് നബിയാന്ന് പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു പറഞ്ഞ മറുപടി അങ്ങനെയല്ല, ഇത് നിങ്ങളുടെ നബിയായ മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദം നബിയോട് ഇത് നിങ്ങളുടെ പ്രവാചകനാണെന്ന് പറഞ്ഞത് എന്തിനാ? ആദം നബി അലൈഹി സ്വലാമിന്റെയും ലീഡർ ആര് തന്നെയാണ്? മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന അർസൽനാക കാഫത്തൻ ലിന്നാസ്, ഖുർആൻ പറഞ്ഞല്ലോ, മൊത്തം ജനങ്ങൾക്കുള്ള റസൂൽ അങ്ങാണ് എന്ന് അല്ലാഹു തആല അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ എല്ലാവർക്കും രക്ഷപ്പെടണമെങ്കിൽ ഖൽബിനെ കൊണ്ടുപോയി വെക്കേണ്ടത് മദീനയിലാണ്. അവിടെ എല്ലാം ഉണ്ട്. മദീനയിലില്ലാത്ത ഒരു ക്വാളിറ്റിയും ഇല്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പലരെയും കാണുകയും വായിക്കുകയും ചെയ്തിട്ടുണ്ടാകും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ ഗുണങ്ങളെ പോലെ സ്വഭാവമുള്ള ഒരാളെ നമുക്ക് വായിക്കാനേ കഴിയില്ല. അതേത് വിഷയത്തിലും, സത്യസന്ധത എടുത്താലും, മാപ്പ് നൽകുന്ന വിഷയമെടുത്താലും, ഹൃദയവിശാലത നോക്കിയാലും, ഏതെല്ലാം സ്വഭാവങ്ങളെ ചർച്ച ചെയ്യാനുണ്ടോ എല്ലാത്തിലും ഒന്നാം സ്ഥാനം അഷ്റഫുൽ ഖൽഖാണ് മുഹമ്മദ് മുസ്തഫ. പക്ഷെ സത്യസന്ധമായി പഠിക്കണം എന്ന് മാത്രം. ചിലപ്പോഴൊക്കെ പുതിയ ഒരു തലമുറയിലെ ചിലരെങ്കിലും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പലരും പല റീൽസും പല ചെറിയ വീഡിയോസും ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ ചിലർക്കെങ്കിലും തോന്നും കുറച്ചെങ്കിലും ശരിയുണ്ടോ എന്നൊക്കെ തോന്നും. ഞാൻ സത്യസന്ധമായി പറയുകയാണ്, വിശുദ്ധ ഖുർആനിലെ 114 സൂറത്തുകളിലെ ഒരു വചനമോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 63 വർഷത്തിലെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു നിമിഷമോ ശരിയല്ലെന്ന് തെളിയിക്കാൻ ഭൂമിക്ക് മീതെ ആകാശത്തിന്റെ താഴെ ഒരാൾക്കും കഴിയൂല. സുതാര്യവും സത്യസന്ധവും ക്ലിയറുമാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ആ ജീവിതം പഠിക്കണം നമ്മൾ, ആ ജീവിതം വായിക്കണം നമ്മൾ. നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വേദനിപ്പിച്ച മനുഷ്യനെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാനൊരുങ്ങിയ മനുഷ്യനെ കഅബാലയത്തിന്റെ മുന്നിൽ വെച്ച് കാണുമ്പോ വേഗം വീട്ടിലേക്ക് പോയിക്കോളൂ, ആരെങ്കിലും കണ്ടാൽ നിങ്ങളെ വേദനിപ്പിച്ചേക്കുമെന്ന് പറഞ്ഞ് തിരിച്ചയച്ച അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാണ് നമ്മൾ.
ഒരു മനുഷ്യന്റെ ന്യൂനത പറയുന്നത് കേട്ടാൽ ആ സ്ഥലത്ത് വളരെ ദേഷ്യത്തോടുകൂടെ ഇടപെട്ടിരുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാണ് നമ്മള്. നമ്മുടെ ജീവിതം ഒരു മനുഷ്യന്റെ ന്യൂനത പോലും കേൾക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, അത് പറയുന്നവരോട് വളരെ ഗൗരവത്തോടെ ഇടപഴകുകയും ചെയ്തിരുന്നു. നമ്മളെ ജീവിതത്തിന്റെ അവസ്ഥ എന്താ? നമ്മൾ ആ റസൂലിനെ ഏതൊക്കെ വിഷയത്തിൽ അനുസരിച്ചിട്ടുണ്ട്? ആ നാട്ടിൽ ഏതെങ്കിലും ഒരു രോഗിയുണ്ടെന്നറിഞ്ഞാൽ ആ രോഗിയെ പോയൊന്ന് കാണും. ഒരു നാട്ടിൽ എന്നും കാണാറുള്ള, പള്ളിയിൽ വരാറുള്ള ഒരാളെ 2 ദിവസം കാണാതിരുന്നാൽ 3-ാമത്തെ ദിവസം ആ വീട്ടിലേക്ക് തേടിപ്പോകുമായിരുന്നു മുഹമ്മദ് മുസ്തഫ. നമ്മളെ കുടുംബങ്ങൾക്ക് രോഗം വന്നാൽ പോലും നമ്മൾ ഇങ്ങനെയൊന്നും അന്വേഷിച്ചു പോകാറുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ കുടുംബാവണ്ട, നടന്നു പോകുമ്പോൾ കണ്ടിരുന്ന ഒരു മനുഷ്യനെ 2 ദിവസം കാണാതിരുന്നാൽ അന്വേഷിച്ചു പോകും എന്ത് സംഭവിച്ചു എന്ന്. ഇത്രമേൽ ഉദാത്തമായ മനോഹരമായ ഒരു സ്വഭാവ മാതൃക ലോകത്താര ചരിത്രത്തിലാണ് നമുക്ക് കാണാൻ കഴിയുക. ഏത് വിഷയം എടുത്തു നോക്കിയാലും പൂർണ്ണതയാ. കുടുംബത്തോടൊന്നിച്ചുള്ള സമയം, മക്കളോടൊന്നിച്ചുള്ള സമയം, കൂടെ നടക്കുന്നവരോടൊന്നിച്ചുള്ള സമയം, എല്ലാം മനോഹരമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു വന്നാൽ ആ മനുഷ്യന് നബി തങ്ങൾക്ക് കിട്ടുന്ന എല്ലാ അംഗീകാരവും കിട്ടണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടം. അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടം. ഒരിക്കലൊരു വീട്ടിലേക്ക് ഇങ്ങനെ കയറി ചെന്നു. ആ വീട്ടിൽ സ്വഹാബത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ജരീർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു കൂടെയുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം ഇരിക്കാനുള്ള സീറ്റേ അവിടെയുള്ളൂ. അത്രയും തിരക്കാണ്. സ്വഹാബത്ത് ആ വീട് നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചില സ്വഹാബത്ത് വന്ന് അകത്തേക്ക് കൈപിടിച്ചപ്പോ റസൂലുള്ളാഹിന്റെ കണ്ണ് പിന്നിലാണ്. എന്റെ കൂടെ ഒരാൾ വന്നിരുന്നല്ലോ, അയാളുടെ അവസ്ഥ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇരിക്കാൻ അവർ ഒരു പുതപ്പ് വിരിച്ചു കൊടുത്തു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചത്, എന്റെ കൂടെ വന്ന ജരീരിനിരിക്കാൻ പുതപ്പില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലയിലിട്ടിരുന്ന ഷോളിങ് അയച്ചിട്ട് ജരീർ റളിയല്ലാഹു അൻഹുവിനെ എറിഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, ജരീറെ ആ ഷോളിലിരിക്കണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷോൾ കിട്ടിയാൽ ആരാ അത് നിലത്തിട്ടിട്ട് അതിന്റെ മുകളിൽ ഇരിക്കുക? ജരീർ റളിയല്ലാഹു അൻഹു കിട്ടിയ അവസരം നഷ്ടപ്പെടുത്തിയില്ല. ആ ഷോൾ എടുത്തിട്ട് നെഞ്ചോട് ചേർത്തി വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വരുന്നത് വരെ കാത്തിരുന്നു സയ്യിദുനാ ജരീർ റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ ഹബീബ് ഇങ്ങനെയാണ്. മക്കളൊക്കെ കളിക്കുന്ന ഗ്രൗണ്ടിന്റെ മൂലയിൽ ഇങ്ങനെ പോയി നിൽക്കും. നമ്മളെ നാട്ടിലൊക്കെ ചിലപ്പോ ചില ആളുകളെ കണ്ടാൽ ഗ്രൗണ്ടിൽ കളിക്കുന്ന കുട്ടികൾ ഓടിപ്പോവുക ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗ്രൗണ്ടിന്റെ അടുക്കലേക്ക് വരുന്നത് കണ്ടാൽ മക്കൾ ഓടി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മടിയിൽ സീറ്റ് പിടിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ മക്കളുടെ കൂടെ കളിക്കും. ഒരിക്കൽ മഹാനായ ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു വളരെ സീരിയസ് ആയ ഒരു കാര്യം പറയാൻ വീട്ടിലേക്ക് വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 കൈകളും 2 കാലും നിലത്ത് കുത്തി റസൂലുള്ളാഹി ഇങ്ങനെ നടക്കുകയാണ്. നമ്മളൊക്കെ ചെറിയ പ്രായത്തിൽ മക്കളെ കൂടെ അങ്ങനെ കളിക്കുമല്ലോ. പുറത്ത് ഹസൻ റളിയല്ലാഹു അൻഹു ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, നിഅമൽ ജമലു ജമലുകുമാ, നിങ്ങൾ ഒട്ടകം നല്ല ഉഷാറാട്ടോ, നിങ്ങൾ സ്ട്രൈറ്റ് ആയിട്ട് നേരെ ഇരുന്നോളൂ എന്ന് റസൂലുള്ളാഹി പറയുന്നുണ്ട്. ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു ഭയങ്കര അത്ഭുതം. ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി, ലോകാവസാനം വരെയുള്ള മനുഷ്യ സമൂഹത്തിന്റെ റസൂല് മക്കളുടെ കൂടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഅത്തയിൽ വെച്ച് മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹു ഷഹീദായി. ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് വിവരം പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി വന്നപ്പോ ആ വീട്ടിൽ ഭാര്യ ഇന്നാണല്ലോ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്നത് എന്ന പ്രതീക്ഷയിൽ മക്കൾക്ക് നല്ല വസ്ത്രം ധരിപ്പിച്ച് മക്കൾക്ക് നല്ല ഭക്ഷണമൊക്കെ ഒരുക്കി ഭർത്താവിന് നല്ല ഭക്ഷണം ഉണ്ടാക്കി കാത്തിരിക്കുകയാണ്. പക്ഷെ ആ വീട്ടിലേക്ക് കയറി വന്നത് ഭർത്താവായിരുന്നില്ല, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കയറി വന്നപ്പോ ആ വീട്ടിൽ 4 യതീമായ മക്കളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്
അബ്ദുള്ള, സെയ്ദ് പോലെയുള്ള ചെറിയ മക്കൾ, അന്ന് പിഞ്ചു മക്കളാ. 4 പേരെയും അള്ളാന്റെ ഹബീബ് ഇങ്ങനെ മടിയിലിരുത്തി. മൂത്ത മകൻ ചോദിച്ചു, ഐന അബി യാ റസൂലല്ലാഹ്, നബിയെ ഞങ്ങളുടെ വാപ്പ എവിടെയാ? യതീമായ 4 മക്കളെ ഇങ്ങനെ ചേർത്തി പിടിച്ചിട്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അന വലിയുക്കും ഫി ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും നിങ്ങളുടെ ഉപ്പ ഞാനാണ്. ആ മക്കളുടെ ഒരു സൗഭാഗ്യം നോക്കൂ നിങ്ങൾ. ഒരു പിതാവ് മരണപ്പെട്ടു പോയപ്പോൾ പിതാവിന് തുല്യമായ മക്കളെ സംരക്ഷിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റസൂലുള്ളാഹിന്റെ പ്രയോഗം അതിഗൗരവമാണ്. ദുനിയാവിൽ ഞാൻ നിങ്ങളെ നോക്കുന്നല്ല, ദുനിയാവിലും ഞാൻ നിങ്ങളെ നോക്കും, ആഖിറത്തിലും ഞാൻ നിങ്ങളെ നോക്കും. പിന്നീട് ഒരിക്കൽ ഈ മക്കള് ചെറിയ ഓല ടെന്റ് ഉണ്ടാക്കി കളിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഓലപ്പുര ഉണ്ടാക്കിയൊക്കെ മക്കള് കളിക്കുന്നത് പോലെ ഈ മക്കള് കളിച്ചുകൊണ്ടിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വഴിയിൽ വന്നു. ആ മക്കളുടെ കൂടെ ആ ടെന്റിലിരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കളിക്കുന്നത് സ്വഹാബത്ത് അത്ഭുതത്തോടുകൂടെ നോക്കിക്കണ്ടു. അള്ളാന്റെ ഹബീബ് ചിന്തിച്ചത്, ഈ മക്കളെ കൂടെ കളിക്കാൻ വാപ്പയില്ലല്ലോ, ആ മക്കളുടെ വാപ്പായുടെ സ്ഥാനത്ത് ഞാൻ സമയം വിനിയോഗിക്കട്ടെ എന്ന് ആലോചിച്ച റസൂലാണ് മുഹമ്മദ് മുസ്തഫ. ഇങ്ങനെയുള്ള ഒരിക്കലും നമുക്ക് ആലോചിക്കാൻ പോലും കഴിയാത്ത സ്വഭാവ ഗുണത്തിന്റെ ഉടമ അബൂജഹൽ കഴിഞ്ഞാൽ റസൂലുള്ളാഹിനെ ഏറ്റവും അധികം വിഷമിപ്പിച്ച ആളാരാ? അബൂജഹൽ കഴിഞ്ഞാൽ ഏറ്റവും അധികം വിഷമിപ്പിച്ച ആളാരാ? അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്ന് പറയുന്ന മുനാഫിഖീങ്ങളുടെ നേതാവാണ്. ആയിഷ ബീവി വ്യഭിചരിച്ചു എന്ന് പ്രചരിപ്പിച്ച ആൾ അദ്ദേഹമാണ്. ഉഹദ് യുദ്ധത്തിലേക്ക് വരുന്ന സ്വഹാബത്തിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ച ആൾ അദ്ദേഹമാണ്. ആ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ മരണപ്പെടുന്ന ദിവസം മുനാഫിഖീങ്ങളുടെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി സ്വന്തം ഭാര്യയെ കുറിച്ച് ഒരിക്കലും സങ്കല്പിക്കാൻ പോലും പറ്റാത്ത അപവാദം പ്രചരിപ്പിച്ച മനുഷ്യൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പല ആക്ഷേപങ്ങളും ഉന്നയിച്ച ആൾ അദ്ദേഹമാണ്. ഉഹദ് യുദ്ധം നടക്കുമ്പോൾ ഉറക്കെ ഖുതില റസൂലുള്ളാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു, ഉഹദ് യുദ്ധം നിർത്തിവെച്ചു, എല്ലാവരും പിന്തിരിഞ്ഞു പോയിക്കോളൂ എന്ന് പ്രഖ്യാപിച്ച ആൾ ഇയാളാണ്. ഇയാളങ്ങ് പ്രഖ്യാപിക്കല ഓരോന്ന്. ഇദ്ദേഹം മരണപ്പെട്ട സമയം അദ്ദേഹത്തിന്റെ മയ്യിത്ത് നിസ്കരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി ചെന്നു. അദ്ദേഹത്തിന്റെ മയ്യിത്ത് നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ നിസ്കരിക്കല്ലേ എന്ന് പറഞ്ഞു. മുത്തുനബി പറഞ്ഞു, അഖിർ അന്നി യാ ഉമർ, ഉമറെ ഒന്ന് മാറി നിൽക്ക്, എന്നോട് അല്ലാഹു നിസ്കരിക്കണ്ടെന്ന് പറഞ്ഞില്ലല്ലോ, ഞാൻ നിസ്കരിച്ചത് കൊണ്ട് ആ മനുഷ്യന്റെ ആഖിറം എങ്ങാനും രക്ഷപ്പെട്ടാലോ. എന്തൊരു കൊതിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യന് വേണ്ടി നിസ്കരിച്ചു. അപ്പോൾ ഖുർആനിൽ ആയത്തിറങ്ങി, നബിയെ ഇനി ഇങ്ങനെയുള്ള ആളുകളുടെ മേൽ നിസ്കരിക്കണ്ട. 70 തവണ നിങ്ങൾ ഇയാൾക്ക് വേണ്ടി നിസ്കരിച്ചാൽ പോലും ഇയാൾക്ക് അല്ലാഹു മാപ്പ് നൽകിയില്ല. കാരണം അദ്ദേഹം ചെയ്ത ക്രൂരത അത്രമേൽ വലുതാണ്. റസൂലുള്ളാഹിനെ വേദനിപ്പിച്ച ഒരാൾക്ക് അല്ലാഹു മാപ്പ് നൽകില്ല എന്ന് പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്തോഷിക്കല്ലേ ചെയ്തത്? അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖം സന്തോഷം നഷ്ടപ്പെടുകയാ ചെയ്തത്. ഈ മനുഷ്യന്റെ പരലോകം നഷ്ടപ്പെടുമല്ലോ എന്ന് ആലോചിച്ചിട്ട്. എന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യന്റെ ഖബറിന്റെ സമീപത്തേക്ക് ഇങ്ങനെ നടന്നുപോയത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു പ്രയോഗമുണ്ട്, 70 തവണ ഞാൻ നിസ്കരിച്ചാലും അള്ളാഹു ഇയാൾക്ക് മാപ്പ് നൽകില്ല എന്ന റബ്ബ് പറഞ്ഞത്. എന്നാൽ 71 തവണ ഞാൻ നിസ്കരിച്ചാൽ അള്ളാഹു മാപ്പ് നൽകുമെന്ന് ഒരിക്കൽ പറഞ്ഞാൽ ഞാൻ ആ മനുഷ്യന് വേണ്ടി 71 തവണ നിസ്കരിക്കും. ഇതെന്തൊരു ഖൽബാ! ഇതിനാ ഉള്ളു വിശാലാവുക എന്ന് പറയാ. പ്രിയപ്പെട്ടവരൊക്കെ ഓർക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട ഏറ്റവും വലിയ ഗുണം ഖൽബിന്റെ വിശാലതയാണ്. ഫിർഔനിന്റെ മുമ്പിലേക്ക് പോകുമ്പോ മൂസ നബി നടത്തിയൊരു ദുആ ഉണ്ട്. എന്താ ദുആ ചെയ്തത്? മൂസ നബി എന്താ ദുആ ചെയ്തത്? റബ്ബി ഇശ്റഹ് ലി സദ്രി എന്ന ഭയങ്കര ആശയമുള്ളൊരു ദുആ ആണ്. ഫിർഔനിന്റെ മുന്നിലേക്ക് പോകുമ്പോ, അല്ലാഹുവേ ഞാൻ പറയുന്നതൊക്കെ കേൾക്കാൻ ഫിർഔനിന്റെ ഖൽബ് വിശാലമാകണം എന്നല്ല,
ഫിർഔൻ എന്ത് ചെയ്താലും ഫിർഔനിന്റെ സ്വഭാവമാ കാണിക്കുക. എന്റെ സ്വഭാവത്തിൽ ഒരു ചാഞ്ചല്യവും ഉണ്ടാവരുത്, ഒരു മാറ്റവും ഉണ്ടാവരുത്. എന്നോട് എന്താണോ നീ ചെയ്യാൻ പറഞ്ഞത് അത് ചെയ്യാൻ എന്റെ ഖൽബ് വിശാലമാവണം. നമ്മളൊക്കെ അങ്ങനെയാ ചിന്തിക്കേണ്ടത്. നമ്മളെ വേദനിപ്പിക്കുന്ന ആളുകളുണ്ടാവും, അവര് നന്നാവണം എന്നല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അവരെ കുറിച്ച് ആലോചിക്കുന്ന സമയത്തും നമ്മുടെ ഖൽബ് പതറാതിരിക്കാൻ, നമ്മുടെ ഈമാൻ തെറ്റിപ്പോകാതിരിക്കാനാ നമ്മൾ ദുആ ചെയ്യേണ്ടത്. അതാ റബ്ബി ഇശ്റഹ് ലി സദ്രി. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മകന്റെ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടികളിൽ ഒരാളുണ്ട് സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു. ഒരാൾ അദ്ദേഹത്തോട് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ചെയ്ത ചില കാര്യങ്ങൾ തീരെ ശരിയല്ല. അപ്പൊ നമ്മളോട് വന്നിട്ട് നാട്ടിൽ അത്രമേൽ അങ്ങനെ പരിഗണിക്കേണ്ടതല്ല എന്ന് നമുക്ക് തോന്നുന്ന ഒരാൾ വന്ന് നിങ്ങൾ ചെയ്യുന്നതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ മനോഭാവം എന്തായിരിക്കും? സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ പ്രധാനിയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്താന പരമ്പരയിലാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകന്റെ മകനാണ്. ബഹുമാനപ്പെട്ടവരോട് വന്നൊരാൾ പറയുന്നു നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല. അപ്പൊ അവരെ മറുപടി എന്താ അറിയോ? മഹാനുഭാവൻ പറഞ്ഞത് ഇൻ കുന്തു കമാ ഖുൽത ഫഅസ്തഗ്ഫിറുല്ലാഹ് വ ഇൻ ലം അകുൻ കമാ ഖുൽത ഫഗഫറല്ലാഹു ലക്. ഇത് വിശാലതയാണിത്. നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ മോശമാണെങ്കിൽ ഞാൻ അല്ലാഹുവോട് തൗബ ചെയ്ത് നന്നാവാം. ആരോടാ പറയുന്നത്? നാട്ടിലേറ്റവും മോശപ്പെട്ട മനുഷ്യനോട് ആ നാട്ടിലെ ഏറ്റവും നല്ല മനുഷ്യന്റെ മറുപടി. നീ പറഞ്ഞതുപോലെ അല്ല ഞാനെങ്കിൽ അപ്പോൾ നീ പറഞ്ഞത് കളവായി പോകുമല്ലോ, അതുകൊണ്ട് അള്ളാഹു നിനക്ക് മാപ്പ് തരട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ തിരിച്ചയക്കാൻ നേരത്താണ് അദ്ദേഹം സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലിൽ വീണ് പറഞ്ഞത്, ഞാൻ വെറുതെ അങ്ങയെ ഒന്ന് പരീക്ഷിച്ചു നോക്കിയതാണ്. ഈ ഖൽബ് നമുക്ക് വേണം. ഇതാണ് മദീന ഇഷ്ടപ്പെടുന്ന ഖൽബ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടുന്ന ഖൽബ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്ന് പറഞ്ഞു, ഇന്ന ഫുലാനൻ ശതമക, നിങ്ങളെ ആക്ഷേപിക്കുന്ന ഒരു മനുഷ്യനുണ്ടെന്ന് പറഞ്ഞു. നമ്മളോടൊക്കെ വന്ന് നമ്മൾ മഹല്ല് കമ്മിറ്റിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരാൾ വന്നിട്ട് ജോയിന്റ് സെക്രട്ടറി നിങ്ങളെ കുറിച്ച് ഇങ്ങനെ ഒരു മോശമായ കമന്റൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇനി അതൊന്നും വേണ്ട, വാട്സപ്പിൽ പറഞ്ഞൊരു വോയിസിൽ നിങ്ങൾക്കെതിരാന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അതിന്റെ ഗ്രാസ് റൂട്ട് അടിവേര് അന്വേഷിച്ചു പോകൂലേ? ആരോടൊക്കെ പറഞ്ഞു, ആരൊക്കെ കേട്ടു, ആരൊക്കെ സാക്ഷികൾ, ഇത് ലാസ്റ്റ് ഇനി ഇതിന് എങ്ങനെ പ്രതികരിക്കണം എന്നതാവും നമ്മുടെ ആലോചന. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനോട് നിങ്ങളെ കുറിച്ച് ഒരാൾ മോശമായി സംസാരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഇമാം ശാഫിഈ തങ്ങളെ മറുപടി, ഇൻ സദഖത ഫഅൻത നമ്മാം വഇൻ കദിബത ഫഅൻത ഫാസിഖുൻ. നീ പറഞ്ഞതെങ്കിൽ എങ്ങാനും ശരിയാണെങ്കിൽ നീ പറഞ്ഞതൊരു നമീമത്താണ്. കാരണം ആരോ എന്നെ കുറിച്ച് പറഞ്ഞത് എന്നോട് പറയൽ തെറ്റാണ്. അങ്ങനെ തന്നെയല്ലേ? അങ്ങനല്ലേ? നമ്മളെ കുറിച്ച് ആരോ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ അത് നമ്മോട് വന്ന് കോട്ട് ചെയ്ത് തരിക എന്നുള്ളതേ തെറ്റാണ്. അതുകൊണ്ട് പറഞ്ഞു എണീറ്റ് പോന്ന് പറഞ്ഞു. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക യുദ്ധ രണാങ്കണങ്ങളിലൊക്കെ അമീറാണ് ഖാലിദ് റളിയല്ലാഹു അൻഹു. ഖാലിദ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്ന് പറഞ്ഞു, നിങ്ങൾ ആക്ഷേപിക്കുന്ന ചില ആളുകൾ. ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, തിൽക സഹീഫത്തു ഫല്യംലഹാ ബിമാ ഷാ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പറഞ്ഞവന്റെ കിതാബിലെ പറഞ്ഞതിന് എഫക്റ്റ് ഉള്ളൂ. ഞാൻ ഒരാളെ കുറിച്ച് പറഞ്ഞാൽ അത് എന്റെ കിതാബിലാ കയറുക. എന്നെ കുറിച്ച് ആരെന്ത് പറഞ്ഞാലും അത് അവന്റെ കിതാബിലേ ഉണ്ടാകും. ഞാൻ എന്തിനത് മൈൻഡ് ചെയ്യണം? ഈ മനസ്സ് നമുക്കുണ്ടാവണം, ഈ ഹൃദയ വിശാലത നമുക്കുണ്ടാവണം. നിങ്ങളെ കൊണ്ടാവോ? നിങ്ങളെ കൊണ്ട് കഴിയോ? ഉഷാറില്ലല്ലോ റബ്ബേ, നിങ്ങളെ കൊണ്ട് കഴിയോ? ഖൽബിന് നല്ല വിശാലത വേണം. ആരോടും വെറുപ്പും ദേഷ്യവും പിണക്കവും ഒന്നും ഉണ്ടാവരുത്. റബീഉൽ അവ്വൽ വരാൻ പോകുന്നത്. റബീഉൽ അവ്വലിനെ സ്വീകരിക്കാൻ നമ്മൾ നല്ല മനോഹരമായ സൗകര്യങ്ങൾ ഒരുക്കാറുണ്ട്. പല സ്ഥലത്തും വളരെ വിശാലമായി കിലോമീറ്ററുകളോളം
നല്ല സംവിധാനങ്ങൾ ഒരുക്കാറുണ്ട്, മഹല്ലുകളിൽ നല്ല പ്രോഗ്രാം സംഘടിപ്പിക്കാറുണ്ട്. പക്ഷേ റബീഉൽ അവ്വലിനെ സ്വീകരിക്കാൻ ആദ്യം വേണ്ട കാര്യം പലരിലുണ്ടാവില്ല. റബീഉൽ അവ്വലിനെ സ്വീകരിക്കാൻ ആദ്യം വേണ്ട കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലെ ഒരാളോടും പിണക്കമില്ലാത്ത ഖൽബ് രൂപപ്പെടുത്തലാണ്. അതില്ലാതെ നിങ്ങൾ 1000 മൗലിദ് ഓതുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ ഖൽബിൽ ആരോടും വെറുപ്പില്ലാതെ മൗലിദിൽ നിന്ന് ഒരു വരി ഓതലാണ്. ആരോടെങ്കിലും ഉമ്മത്തിലൊരാളോട് പിണങ്ങി നിന്ന് നിങ്ങൾ 1000 മൗലിദ് ഓതുന്നതിനേക്കാൾ ഖൈറ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ ആരോടും വെറുപ്പില്ലാതെ ഒരു വരി മൗലിദ് ഓതലാണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് തിരിഞ്ഞോ? ഞാൻ നേരത്തോടെ ഉംറ ക്ലാസ് ഉണ്ടായിരുന്നു, അതിൽ ഓർമ്മപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ നമ്മൾ 2 പേര് പിണങ്ങി എന്ന് സങ്കല്പിക്കാം. അപ്പം ഞാനും മുനവ്വർ ഉസ്താദും തമ്മിൽ പിണങ്ങിയിട്ട് 2 പേരും പരസ്പരം മാപ്പ് കൊടുക്കാതെ മഹ്ശറിൽ വന്നാൽ എന്താ സംഭവിക്കല്? ഞാനും മുനവ്വർ ഉസ്താദും തമ്മിൽ പിണങ്ങി, 2 പേരും പരസ്പരം പൊരുത്തപ്പെട്ടില്ല. മഹ്ശർ അങ്ങനെ മരിച്ചുപോയി, മഹ്ശറിലെത്തി. എന്തായാലും 2-ൽ ഒരാൾ അവിടെ കുടുങ്ങും. ഉറപ്പല്ലേ? ചിലപ്പോൾ ഞാൻ കുടുങ്ങും, ചിലപ്പോൾ മുനവ്വർ ഉസ്താദ് കുടുങ്ങും. കുടുങ്ങിയ ആളെ രക്ഷപ്പെടുത്താൻ ആരാ വരാനുള്ളത്? الشفاعة هب لنا في القيامة مشفقا وهلنا الله يا سيدي خير النبي الصلاة على النبي والسلام على الرسول إننا نرجو إلى كأس حوضك للعطش يوم نشر كتابيا سيدي خير النبي الصلاة على النبي الشفيع الأبتحي. ഒരാൾ മഹ്ശറിൽ കുടുങ്ങിയാൽ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശഫാഅത്ത് ചെയ്യുക മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പോൾ ഞാൻ മുനവ്വർ ഉസ്താദിന് മാപ്പ് കൊടുത്തില്ല എന്നതിന്റെ അർത്ഥം എന്താ? റസൂലുള്ളാഹിനെ മഹ്ശറിൽ കുറച്ച് സമയം അധികം നിൽക്കാൻ ഞാനാണ് കാരണം. റസൂലുള്ളാഹിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ ഞാനാണ്. അപ്പോൾ ശരിക്കും വലിയ തെറ്റ് ചെയ്താലും ഞാനോ? അവിടെ കുടുങ്ങിയാളോ? ഞാനായിരിക്കും. എന്തുകൊണ്ട്? ഞാനൊരു മനുഷ്യനോട് വെറുപ്പ് കാണിച്ചതിന്റെ പേരിൽ മഹ്ശറിൽ റസൂലുള്ളാഹി തങ്ങളുടെ സമയം അധികം ചെലവഴിക്കണം. റസൂലുള്ളാഹിനെ ബുദ്ധിമുട്ടിക്കലാണ് റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽ ഒരു മനുഷ്യനെ വെറുപ്പിക്കൽ. കൊണ്ട് ആരോടും വെറുപ്പുണ്ടാവരുത്, ആരോടും ദേഷ്യം ഉണ്ടാവരുത്. ആരോടെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ അവരൊക്കെ നന്നാവാൻ ദുആ ചെയ്യണം നമ്മൾ. അങ്ങനെയുള്ള ഒരു ഖൽബുണ്ടാക്കലാണ് ദീന്. നമ്മളെ കൊണ്ട് കഴിയോ? ഉറങ്ങാൻ നേരത്തെ ആദ്യത്തെ സുന്നത്ത് ഏതാ? ഉറങ്ങാൻ പോകുമ്പോൾ ആദ്യത്തെ സുന്നത്ത് ഏതാ? വുളൂഇന്റെ മുമ്പ് ഒരു സുന്നത്തുണ്ട്. അത് ഹൃദയത്തിൽ ആരോടും വെറുപ്പില്ല എന്ന് ഉറപ്പുവരുത്തലാണ്. അത്തിപ്പറ്റ ഉസ്താദിന് വറല്ലാഹു മർക്കദ പല സമയത്തും ഞങ്ങളൊക്കെ കാണുന്ന സമയത്ത് നൽകുന്നൊരു ഉപദേശമുണ്ട്. ബഹുമാനപ്പെട്ടവർ പറയും, പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരോട് പ്രത്യേകം പറയും, എന്തായാലും നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും ഗീബത്ത് പറഞ്ഞിട്ടുണ്ടാകും. എന്നോട് ഉസ്താദ് ഇത് 3 തവണ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് ഗീബത്ത് പറഞ്ഞിട്ടുണ്ടാകും. നിങ്ങൾ അയാൾക്ക് പൊരുത്തപ്പെട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ മഹ്ശറിൽ അയാൾ കുടുങ്ങും. അയാൾ കുടുങ്ങിയാൽ അയാൾ രക്ഷപ്പെടാൻ വേണ്ടി ശഫാഅത്ത് ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അധികം സമയം ചെലവഴിക്കണം. റസൂലുള്ളാഹിന്റെ സമയം നീ കാരണം നഷ്ടപ്പെടരുത് എന്ന് ഉസ്താദ് എപ്പോഴും പറയാറുണ്ട്. അതുകൊണ്ട് ഉറങ്ങാൻ നേരത്തെ ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞു, ആദ്യത്തെ സുന്നത്ത് ഹൃദയത്തിൽ ആരോടും വെറുപ്പില്ല എന്ന് ഉറപ്പുവരുത്തലാണ്. നമ്മളെക്കുറിച്ച് ഗീബത്ത് പറഞ്ഞ, നമ്മെക്കുറിച്ച് ആക്ഷേപിച്ച, നമ്മളെക്കുറിച്ച് മോശമായി ചിന്തിച്ച, നമ്മെ വേദനിപ്പിച്ച ആളുകൾക്കൊക്കെ മാപ്പ് നൽകി ഉറങ്ങാൻ കഴിയണം. അത് ഖൽബൊന്ന് വിശാലാവണം. അല്ലാഹു തആല ഈമാൻ വർദ്ധിപ്പിച്ചു തരട്ടെ.
നിസ്കരിക്കുന്ന സമയത്ത് വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറ സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമ എന്ന് നമ്മൾ ചൊല്ലാറുണ്ട്. ഹനീഫൻ മുസ്ലിമ, അല്ലാഹുവേ ഞാൻ ഹനീഫൻ മുസ്ലിമായി നിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുകയാണ് എന്ന് നിസ്കാരത്തിൽ പറയുന്നതിന്റെ അർത്ഥം ഹനീഫൻ മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇഹ്യാ ഉലൂമുദ്ദീനിൽ കാണാം, ഒരു മനുഷ്യനോടും ഒരു വിശ്വാസിയോടും വെറുപ്പോ പിണക്കമോ ഇല്ലാത്ത മനസ്സുള്ളവന്റെ പേരാണ് ഹനീഫൻ മുസ്ലിമ. ഒരാളെ കൽബിൽ വെറുപ്പോ ദേഷ്യമോ സൂക്ഷിക്കുന്നുവെങ്കിൽ അയാൾ ഹനീഫ മുസ്ലിമ എന്ന് പറഞ്ഞത് പൂർണ്ണമല്ല. ദേഷ്യ വെറുപ്പോ സൂക്ഷിച്ചാൽ നമ്മൾ ഹനീഫ മുസ്ലിമ എന്ന് പറഞ്ഞത് പൂർണ്ണമല്ല. കേൾക്കുന്നില്ലേ? അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ കൽബിനെ സൂക്ഷിക്കണം. റബീഉൽ അവ്വലിനെ സ്വീകരിക്കാൻ ആദ്യം നമ്മളിൽ ഉണ്ടാകേണ്ട ക്വാളിറ്റി ശുദ്ധമായ ഒരു കൽബാണ്. ഒരു ദേഷ്യ വെറുപ്പൊന്നും ആരോടും വേണ്ട, ഉള്ളിൽ ആരോടും ഒരു ഉദ്ദേശം ഉണ്ടാവണ്ട. എല്ലാവർക്കും മാപ്പ് കൊടുക്കാനുള്ള വിശാലമായ ഹൃദയം അല്ലാഹു തആല നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു ഇഷ്ടപ്പെടുന്ന കൽബതാണ്. ഖുർആനിലെ രക്ഷപ്പെടുന്ന കൽബ്, വിജയിക്കുന്ന മനുഷ്യന്റെ ക്വാളിറ്റി പറഞ്ഞത് അയാൾ ഒരുപാട് നിസ്കരിച്ചവൻ എന്നല്ല. അങ്ങനെ കാണില്ല നിങ്ങളെവിടെയും. ഒരുപാട് സദഖ ചെയ്തവൻ എന്നും കാണില്ല. അതേസമയം കാണുക يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم. ശുദ്ധമായ കൽബുണ്ടോ രക്ഷപ്പെടാൻ വഴിയുണ്ട്. ശുദ്ധമായ കൽബുണ്ടോ ഇബാദത്ത് കുറഞ്ഞാലും പരിഹാരമുണ്ട്. ഫർളായ ഇബാദത്തുകൾ ജീവിതത്തിലുള്ള ഒരാൾക്ക് സ്വഭാവം നല്ലതാണെങ്കിൽ, നല്ല കൽബാണെങ്കിൽ പരലോകത്ത് പരിഹാരത്തിന്റെ ഡോറുകൾ ഏറെയുണ്ട്. അതില്ലാത്തവന് സ്വഭാവം മോശമാണ്, ഇബാദത്തുകൾ ഒരുപാടുണ്ട്, എങ്കിലും ആ ഇബാദത്തിന്റെ പ്രതിഫലത്തിന്റെ വണ്ണം വളരെ ചെറുതായിരിക്കും. അതുകൊണ്ട് ഈമാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണിക, അള്ളാഹുവിലേക്കും നബിതങ്ങളിലേക്കും അടുക്കാനുള്ള ഏറ്റവും ലളിതമായ മാർഗം ഹൃദയവിശാലതയും കൽബിന്റെ വിശുദ്ധിയും സ്വഭാവത്തിന്റെ വിശുദ്ധിയുമാണ്. അതിലേക്ക് നമുക്ക് എത്താൻ കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സ്വഭാവം നന്നാക്കാതെ റസൂലിലേക്ക് എത്തില്ല. സ്വഭാവം നന്നാവാതെ അള്ളാഹുവിലേക്ക് എത്താൻ കഴിയില്ല. സ്വഭാവം നന്നാവാതെ ഇബാദത്തുകൾ ചെയ്താൽ ഒരു ഇബാദത്തിനും പൂർണ്ണതയുണ്ടാവില്ല. ഈ കാര്യം നമ്മൾ വളരെ സീരിയസ് ആയി ചിന്തിക്കണം. അതുകൊണ്ടാണ് നമ്മളൊക്കെ പലപ്പോഴും ചില വലിയ തെറ്റുകളെ നമ്മൾ വളരെ സീരിയസ് ആയി കാണുന്ന സമയത്തും സ്വഭാവവുമായി ബന്ധപ്പെട്ട തെറ്റുകൾക്ക് നമുക്ക് ഒരു സീരിയസ്നെസ് ഉണ്ടാവില്ല. നാട്ടിലൊരാൾ കള്ളു കുടിച്ചാൽ അത് ഭയങ്കര തെറ്റാവും. എന്നാൽ നമ്മുടെ അടുത്തിരിക്കുന്ന ഒരാൾ ഗീബത്ത് പറഞ്ഞാൽ നമുക്കത് വിഷയമേ അല്ല. ഈ കള്ളു കുടിച്ച ആൾ ഒരു പക്ഷേ സ്വകാര്യമായിട്ട് പഠിച്ചാണ്, എനിക്ക് തെറ്റുപറ്റിപ്പോയതാ, ഇനി ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അല്ലാഹു സ്വീകരിച്ചേക്കും. അത് അല്ലാഹുവിന്റെ കയ്യിലാണ്. ഗീബത്ത് പറഞ്ഞാൽ അല്ലാഹു ഇനി ഞാൻ ഗീബത്ത് പറയൂല എന്ന് പറഞ്ഞാൽ തൗബയാവോ? ആവോ? ഇല്ല. അയാൾ ആരെ ഗീബത്ത് പറഞ്ഞോ അയാൾ പൊരുത്തപ്പെടണം. അപ്പൊ വലിയ തെറ്റതാ. ഇത് ഭയങ്കര സീരിയസ് ആണ്. ഗീബത്തിനെ കബായിറിൽ എണ്ണിയ മഹാന്മാരുണ്ട്. വൻപാപത്തിന്റെ കൂട്ടത്തിൽ ഗീബത്തിനെ എണ്ണിയ മഹാന്മാരുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിന്റെ സവാജിറിൽ മഹാനുഭാവൻ വൻപാപങ്ങളെ കൂട്ടത്തിൽ ഗീബത്തിനെ എണ്ണുന്നുണ്ട്. ഭയങ്കര സീരിയസ് ആണ്. പക്ഷെ നമുക്കത് വിഷയം തന്നെയല്ല. അടുക്കളയിലും ഗീബത്ത്, ഡൈനിങ് ഹാളിലും ഗീബത്ത്, സിറ്റ് ഔട്ടിലും ഗീബത്ത്, എവിടെ പോയിരുന്നാലും മനുഷ്യന് ഗീബത്തിന്റെ പിന്നാലെയാണ്. അള്ളാഹു നമ്മുടെ ഈമാൻ സലാമത്താക്കി തരട്ടെ. ഖൽബ് ക്ലീൻ ആയിരിക്കണം. ഇവിടെ ഒരുമിച്ച് കൂടി എല്ലാ മുഅ്മിനീങ്ങളോടും റബീഉൽ അവ്വലിന്റെ മുമ്പേ ഒരുങ്ങുന്നതിന്റെ ഭാഗമായി ആദ്യം ചെയ്യണമെന്ന് നിർദ്ദേശിക്കാനുള്ളത് ഖൽബിന്റെ ശുദ്ധിയാണ്. നിങ്ങളെ കൊണ്ടാവൂലേ? നിങ്ങളെ കൊണ്ട് കഴിയൂലേ? അങ്ങനത്തെ ഖൽബുമായി റബീഉൽ അവ്വലിനെ സ്വീകരിക്കണം. നബിതങ്ങൾക്ക് നമ്മെ ഇഷ്ടവും അള്ളാഹുവിന് നമ്മെ ഇഷ്ടവും. രണ്ടാമതൊരു കാര്യം നമ്മൾ സൂക്ഷിക്കേണ്ടത്, നമ്മൾ നല്ല നന്ദിയുള്ളവരാകണം, ശുക്റുള്ളവരായിരിക്കണം. അള്ളാഹുവോട് നല്ല നന്ദി ഉണ്ടാവണം. നമ്മളിപ്പോ ഒരു 3 മാസം മുമ്പ് അഥവാ നമ്മുടെ മെയ് മാസത്തിലൊക്കെ മഴയില്ലാതെ കുടുങ്ങിയൊരു സമയമുണ്ട്. നിങ്ങൾക്ക് ഓർമ്മല്ലേ?
നമുക്ക് ഓർമ്മല്ലേ? പല സ്ഥലത്തും വെള്ളമില്ലാതായി, പല സ്ഥലത്തും പൈപ്പ് ലൈൻ വെള്ളം ആശ്രയിക്കുന്ന അവസ്ഥ വന്നു. അന്ന് നമ്മളൊക്കെ ദുആ ചെയ്തത് എന്തിനാ? എങ്ങനെയെങ്കിലും ഒന്ന് മഴ പെയ്ത് കിട്ടിയാൽ മതി എന്നാണ്. മഴയങ്ങ് പെയ്ത് വെള്ളമൊക്കെ ഒന്ന് കയറി ചെറിയ പ്രളയ സാധ്യതകളൊക്കെ വന്നപ്പോൾ നമ്മുടെ ദുആ എന്തായി? നേരെ ഓപ്പോസിറ്റായി. ഈ സിസ്റ്റം മാറ്റാൻ അല്ലാഹുവിന് ഒരു രാത്രി വേണ്ട. ഇന്ന് വെള്ളം ഉണ്ടല്ലോ, ഇതങ്ങ് വറ്റുന്ന ഈ വെള്ളം ഒന്നും ഉപകരിക്കാത്ത അവസ്ഥ വരാൻ അല്ലാഹുവിന് ഈ രാത്രി ഫുള്ളും ആവശ്യമില്ല. ഉണ്ടോ? വയനാട്ടിലെ കുറെ മനുഷ്യർ വലിയ പ്രതീക്ഷയോടെ ഒരു രാത്രി ഉറങ്ങി. നേരം വെളുത്തപ്പോൾ അങ്ങനെ ഒരു നാടേ ഇല്ല. ആ നാടിന്റെ അതിർവരമ്പ് എവിടെയാന്ന് ആർക്കിപ്പോഴും അറിയൂല. ആ രൂപത്തിലൊരു നാടങ്ങില്ലാതാവുന്നു. എത്ര സമയം എടുത്തു ഇതിന്? രാത്രി ഇശ നിസ്കരിച്ചോല, സുബഹ് നിസ്കരിക്കാൻ നാടുമില്ല, പള്ളിയുമില്ല, ആളുമില്ല. ഇത്രയേ ഉള്ളൂ. നമ്മൾ അഹങ്കരിച്ച് നടക്കാനോ കിബ്രടിച്ച് നടക്കാനോ ഒന്നും നമ്മളിൽ ഇല്ല. നമ്മുടെ ശരീരത്തിൽ കോടിക്കണക്കിന് നിഅമത്തുണ്ട്. നമുക്ക് വല്ല റോളുണ്ടോ? നിങ്ങൾ ഉണ്ടാക്കിയത് എന്താ നിങ്ങളിലുള്ളത്? എന്റേതെന്ന് പറയാൻ പറ്റിയത് എന്താ ഭൂമിയിലുള്ളത്? നിങ്ങൾക്ക് 25 സെന്റ് സ്ഥലത്താണ് നിങ്ങളെ വീടെങ്കിൽ അതിലെ ഒരു പൊടിമണ്ണ് നമ്മുടേതാണ്. ഒരു പൊടിമണ്ണ് ആണോ? ഇപ്പൊ ഈ വീട്ടിലേക്ക് കയറി വരുന്ന കാറ്റിന്റെ അളവ് ഈ വീട്ടുകാരന്റെ കൺട്രോളിലാ? ഇവിടെ പെയ്യുന്ന വെള്ളത്തിന്റെ അളവ് ഇവരുടെ കൺട്രോളിലാ? ഇവിടുത്തെ കിണറിൽ വരേണ്ട ഉറവയുടെ അളവ് ഈ വീട്ടുകാരന്റെ കൺട്രോളിലാ? അപ്പോൾ പിന്നെ ഇതിൽ ഏതാ വീട്ടുകാരൻ്റെത്? നമുക്കിങ്ങനെ പറയാം പേരിന്, ഇതെന്റെ കിണറാണ്, ഇതെന്റെ തെങ്ങാണ്, ഇതെന്റെ മാവാണ് എന്നൊക്കെ പറയാം. ആ മാവിലെ ഒരു ചെറിയ തൊലി പോലും നമ്മളാരും നിർമ്മിച്ചിട്ടില്ല. വലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്. ആകാശഭൂമിയിലുള്ളതിനൊക്കെ ഒരു ഓണറേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഒരു ഉടമയാണുള്ളത്. ആ ഉടമ അല്ലാഹുവാണ്. നമ്മുടെ ശരീരത്തിൽ എല്ലാത്തിന്റെ ഉടമയും ആര് തന്നെയാണ്. ഇതെന്റെ കണ്ണാണെന്ന് എനിക്ക് പറയാം. എനിക്കെന്ത് റോളാ ഉള്ളത്? ഈ കണ്ണ് നമ്മളൊക്കെ പരസ്പരം നോക്കി എല്ലാവരുടെ കണ്ണും ഇങ്ങനെ ഇമ വെട്ടുന്നുണ്ട് 1 മിനിറ്റിൽ 11 തവണ. എന്ത് റോളാ എനിക്കുള്ളത്? നിങ്ങളെ കണ്ണും അങ്ങനെ തന്നെ അല്ലേ? കണ്ണിങ്ങനെ ഇടയ്ക്കിടെ അടയുന്നുണ്ട്, തുറക്കുന്നുണ്ട്. നിങ്ങൾ ബോധപൂർവ്വം അടക്കുന്നതാ? പിന്നെ ആര് ചെയ്യുന്നു ഇത്? ഈ കണ്ണ് എന്റേതാണെങ്കിൽ ഞാൻ അടക്കണ്ടേ? ഞാനല്ലല്ലോ അടക്കുന്നത്. അതിങ്ങനെ ഓട്ടോമാറ്റിക്കായി കണ്ണടയുന്നു, തുറക്കുന്നു, ഇമ വെട്ടുന്നു. നമ്മുടെ കൺട്രോളിലേ അല്ല. ഈ കൈ ചലിക്കുന്നതിൽ എനിക്കൊന്ന് പങ്കാണുള്ളത്. ഞാൻ ഇന്ന് ഇവിടുന്ന് ഈ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. ആ ഭക്ഷണം ചവക്കുന്ന സമയത്ത് എനിക്കറിയായിരുന്നത് ചവക്കാണെന്ന്. ഇവിടെ നിന്ന് താഴോട്ടിറങ്ങിയിട്ട് പിന്നെന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. എനിക്കൊരു റോളും ഇല്ല. നിങ്ങൾക്ക് റോളുണ്ടോ? നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചവക്കേണ്ട ഭക്ഷണം വായയിലേക്ക് വെച്ചാൽ അത് ഓട്ടോമാറ്റിക്കായി അതിൻ്റെതായ പല്ലിന്റെ ഭാഗത്തേക്ക് പോകും. ഐസ്ക്രീം വായയിലേക്ക് ഇട്ടാ പോകുന്ന അതേ ഭാഗത്തേക്കാവൂല ഒരു മാംസത്തിന്റെ പീസ് ഇടുമ്പോൾ ആ ഭക്ഷണം ഓട്ടോമാറ്റിക്കായി പോകുന്നത്. അതിങ്ങനെ ബോധപൂർവ്വം നമ്മൾ കൊണ്ടുപോയില്ലെങ്കിലും അതങ്ങ് പോകും ചവക്കേണ്ട പല്ലിന്റെ ഭാഗത്തേക്ക്. അതിന് പല്ല് കേടാണെങ്കിലും പോകും. പിന്നെ വേദന വരുമ്പോഴേ നമ്മൾ ചിന്തിക്കാം എന്തുകൊണ്ട് കഴിക്കാൻ പറ്റൂലല്ലോ. ആരാ പല്ലിന് മാർഗനിർദ്ദേശം കൊടുത്തത്? അത് തൊണ്ടയിൽ നിന്ന് താഴോട്ടിറങ്ങി എത്രയോ ഘട്ടങ്ങൾ കഴിഞ്ഞു പോകുന്നുണ്ടല്ലോ. എല്ലാത്തിന്റെയും നിയന്ത്രണം ആരുടെ കയ്യിലാ? അല്ലാഹുവിന്റെ കയ്യിലാ. 3.5 ലക്ഷം കോടി കോശങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിൽ. 3.5 ട്രില്യൺ സെൽസുകൾ. 3.5 ലക്ഷം കോടി കോശങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിൽ. നമുക്ക് എന്ത് പങ്കാ? 10,000-ഓളം ടേസ്റ്റ് അറിയാനുള്ള ടേസ്റ്റ് ബഡ്സുകൾ, രസമുകുളകളുണ്ട് നമ്മുടെ നാവിന്റെ തുമ്പത്ത്. നമുക്കെന്ത് പങ്കാണുള്ളത്? എല്ലാത്തിനും ഒരു ഉടമയേ ഉള്ളൂ. ആ ഉടമയാരാ? ആ അല്ലാഹുവോട് നമുക്ക് നന്ദി ഉണ്ടാവണം. ആ റബ്ബൊരു കാര്യം പറഞ്ഞാൽ പിന്നെ നമ്മുടെ ഇഷ്ടത്തെ നമ്മൾ അല്ലാഹുവിന്റെ നിർദ്ദേശത്തെക്കാൾ വലുതായി കാണരുത്. അല്ലാഹുവിന്റെ നിർദ്ദേശം നമുക്ക് വലുതായിരിക്കണം.
കാരണം നമുക്കിതൊക്കെ തന്ന അല്ലാഹു തആല നമ്മളോട് വെറുതെ ഒരു കാര്യം ചെയ്യാൻ പറയാൻ വല്ല സാധ്യതയുണ്ടോ? നിങ്ങളെ ശരീരത്തിലുള്ള നിഅമത്തൊക്കെ നിങ്ങൾ ദുആ ചെയ്തിട്ട് കിട്ടിയതാ ആണോ? ഒരിക്കൽ അല്ലാഹ് എന്ന് ചൊല്ലും മുമ്പ് കിട്ടിയതാണ് ഇതൊക്കെ. ഇന്നും എല്ലാ മിനിറ്റിലും നമുക്ക് നിഅമത്തുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഈ നിഅമത്ത് തരുന്ന അല്ലാഹു തആല നമ്മോടൊരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ അതിലെന്തായാലും ഖൈറുണ്ടാവൂലേ? ഉണ്ടാവൂല്ലേ? ചെയ്യരുതെന്ന് പറഞ്ഞാൽ അതിലെന്തൊരു ഷർറുണ്ടാവും. ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മളൊക്കെ വളരെ നിസ്സാരമായി കാണുന്ന തിന്മകളിൽ ഒരു തിന്മയാണ് നല്ല സ്ട്രോങ് ആയ മ്യൂസിക് ഇട്ട് ഇങ്ങനെ ചാടി കളിക്കുക എന്നുള്ളത്. അതെല്ലാവരുടെയും ഒരു ഇഷ്ടമാണ്. ഒരു DJ എന്നിടാഞ്ഞാൽ ചിലപ്പോൾ ചില പരിപാടിക്കൊന്നും ആളുകൾക്ക് ഒരു സുഖം കിട്ടില്ല. ചില ആളുകൾ പോപ്പ് മ്യൂസിക് കേൾക്കും, ചില ആളുകൾ റോക്ക് മ്യൂസിക് കേൾക്കും, ചില ആളുകൾ BTS മ്യൂസിക് കേൾക്കും. എന്തെങ്കിലും പലതരം മ്യൂസിക്കുകൾക്കും അഡിക്ഷൻ ഉള്ള ആളുകൾ പലയിടത്തും ഉണ്ടാവാറുണ്ട്. നമ്മൾ വെറുതെ മ്യൂസിക്കുകൾക്ക് എല്ലാവരും ഒരു സമാധാനം കിട്ടാനായിട്ട് പലപ്പോഴും കേൾക്കാം. ടെൻഷനൊക്കെ ആകുമ്പോൾ പുതിയ തലമുറയിലേക്ക് പണ്ടത്തെ ആളുകളൊക്കെ ഖുർആൻ എടുക്കും, പുതിയ തലമുറയൊക്കെ മൊബൈൽ എടുക്കും. ഇപ്പം പഴയ തലമുറയും മൊബൈൽ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് പകരം. അപ്പോ കുറച്ച് മ്യൂസിക്കൊക്കെ കേട്ടാൽ റിലാക്സ് ആവുന്നതാണ് പൊതുവെയുള്ള ധാരണ. നിങ്ങൾ വെറുതെ ഇങ്ങനെ മൊബൈൽ എടുത്തിട്ട് മൊബൈലിനോട് വാട്ട് ഈസ് ദി നെഗറ്റീവ് ഇമ്പാക്ട് ഓഫ് റോക്ക് മ്യൂസിക് എന്നോ പോപ്പ് മ്യൂസിക് ഓൺ ഹ്യൂമൺ ബ്രെയിൻ വെറുതെ അടിച്ചു നോക്കുക. ചിലപ്പോൾ ഞാൻ പറഞ്ഞ ഞങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ ഗൂഗിൾ ഉസ്താദ് പറഞ്ഞാൽ എല്ലാവരും വിശ്വസിക്കുമല്ലോ. അപ്പൊ ഗൂഗിൾ ആദ്യം പറയുന്ന മറുപടി അത് നിങ്ങളുടെ ബ്രെയിനിൽ ഡിപ്രഷൻ മോഡ് ഉണ്ടാക്കുമെന്നായിരിക്കും, നിങ്ങളെ മാനസികമായി തകർക്കും. രണ്ടാമത് പറയുന്ന മറുപടി അഗ്രസീവ് ബിഹേവിയർ ഉണ്ടാക്കുന്നതായിരിക്കും, നിങ്ങൾ ദേഷ്യമുള്ള പ്രകൃതക്കാരായി മാറും. നേരെ ചിന്തിച്ചാൽ ഇതെങ്ങനെ എന്ന് നമുക്ക് ആലോചിച്ചാൽ ഉത്തരം കിട്ടില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് സന്തോഷമുള്ളതും നഷ്ടമില്ലാത്തതുമായ ഒരു കാര്യവും ചെയ്യരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയില്ല. ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ സന്തോഷം നമുക്ക് താൽക്കാലികമായി തോന്നുന്നുവെങ്കിലും അതിൽ വലിയ നഷ്ടം ഉണ്ടാവും. ചെയ്യണമെന്ന് പറഞ്ഞാൽ താൽക്കാലികമായി ചിലപ്പോൾ പ്രയാസം തോന്നിയാലും അതിൽ വലിയ ലാഭം ദുനിയാവിലും ഉണ്ടാകും, ആഖിറത്തിലും ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ ഹൃദയം കൊണ്ട് യാത്ര പോകേണ്ടത് അല്ലാഹുവിലേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കുമാണ്. ലോകത്ത് നമുക്ക് എവിടെയും കാണാത്ത മനോഹാരിത കാണാൻ കഴിയുക മദീനയിലാണ്. ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കും. മദീന വല്ലാത്തൊരു സുഗന്ധാണ്. നമ്മൾ ഈ കാണുന്ന ഒരു വിളക്കുണ്ട്. ഈ ബൾബിന്റെ വെളിച്ചം മുഖത്തുള്ള ഒരു മനുഷ്യനെ നിങ്ങൾ ലോകത്ത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും നാട്ടുകാരുടെ മുഖത്തുണ്ടാവോ? ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? ഈ ലൈറ്റ് ഇപ്പോൾ ഓഫ് ചെയ്താൽ ഈ ഇരിക്കുന്ന ആരെയും കാണില്ല. നമ്മളെ മുഖത്തിന്റെ എല്ലാവരും വെളിച്ചം കൂടി കൂട്ടിയാൽ ഈ ലൈറ്റ് ഓഫ് ചെയ്താൽ പിന്നെ ആരെയും കാണൂല. മദീനയിൽ അല്ലാഹു തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇങ്ങനെയല്ല പഠിച്ചത്. ലം യകും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മഅ സിറാജിൻ ഖത്തു ഇല്ലാ ഗലബ ലൗഹു ലൗ അശംസ്. നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയൂല. സൂര്യശോഭയുടെ താഴെ ഇരുന്നാൽ സൂര്യനേക്കാൾ വെളിച്ചം, 14-ാം രാവിലെ ചന്ദ്രശോഭയുടെ താഴെ ഇരുന്നാൽ ചന്ദ്രനേക്കാൾ വെളിച്ചം, ഒരു വിളക്കുമാടത്തിന്റെ താഴെ നബിതങ്ങളിരുന്നാൽ വിളക്കിനേക്കാൾ വെളിച്ചം. അപ്പോൾ എങ്ങനെയായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? ആയിഷ ബീവി ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു. ചിലര് പറയും റസൂലുള്ളാഹി തങ്ങൾ സൂര്യശോഭ പോലെ എന്ന്, ചിലര് പറയും ഹബീബിന്റെ മുഖം ചന്ദ്രശോഭ പോലെ എന്ന്. അങ്ങനെയൊന്നുമല്ല, അതിന്റെയും അപ്പുറമാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖമെന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ. അതല്ലേ നമ്മളിങ്ങനെ അഷ്റഖ ബൈത്തിലൊക്കെ ചെല്ലുന്നത്, യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം യാ ഹബീബ് സലാം അലൈക്കും. അശ്റഖൽ ബദ്റു അലൈനാ فاختفت منه البدور مثل حسنك ما
رأينا قط يا وجه سروري يا نبي سلام يا رسول سلام يا حبيب سلام عليكم أنت شمس أنت بدر أنت نور فوق نوري أنت إكسير وغالي أنت مصباح صدوري يا نبي سلام عليكم يا حبيب سلام عليكم صلوات الله. നമ്മുടെ എല്ലാ സങ്കല്പങ്ങൾക്കും അപ്പുറത്താണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ രാത്രിയിൽ ഇരുട്ടിൽ ഇങ്ങനെ സൂചി കൊണ്ട് തുന്നുന്ന സമയത്ത് വിളക്ക് നഷ്ടം കെട്ടുപോവുകയും സൂചി നിലത്ത് വീഴുകയും ചെയ്ത സമയത്തല്ലേ റസൂൽ അങ്ങനെ കയറി വന്നത്. ഹബീബിന്റെ മുഖത്തിന്റെ വെളിച്ചത്തിൽ ഇരുട്ടിൽ വീണുപോയ സൂചി ലഭിക്കണമെങ്കിൽ ആ മുഖത്തിന്റെ വെളിച്ചെന്താ? നമ്മൾ ഏത് മനുഷ്യനോടാ തുലനം ചെയ്യാം? എങ്ങനെയാ മനുഷ്യ സങ്കല്പിക്കുക? എല്ലാ സങ്കല്പങ്ങൾക്കും അപ്പുറത്താ അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഈ വിഷയത്തിൽ മാത്രമല്ല, എല്ലാ വിഷയത്തിലും. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി കിടക്കുമ്പോ ആ നെഞ്ചിലൊന്ന് വന്ന് തടവി. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ പറയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ചിലൊന്ന് തടവി ഹബീബ് വഫാത്തായി കിടക്കുമ്പോ. പിന്നെ ഉമ്മു സലമ ബീവിയുടെ വഫാത്ത് വരെ ഉമ്മു സലമ ബീവിയുടെ കൈയുടെ മുകളിൽ ആ സുഗന്ധമുണ്ട്. അപ്പൊ റസൂലുള്ളാഹിന്റെ സുഗന്ധം എന്താ? നമ്മൾ ഏത് സുഗന്ധത്തോടെ തുലനം ചെയ്യാം? ഞാൻ കഴിഞ്ഞ തവണ മദീന യാത്ര പോയ സമയത്ത് മദീനയിലെ ഒരു പോലീസ് സൂപ്രണ്ട് ഉണ്ട്, ഷെയ്ഖ് ഫുആദ് എന്ന പേരുള്ള, സമസ്തയുടെ ആലപ്പുഴയിലെ സമ്മേളനത്തിന്റെ ചീഫ് ഗസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിന് അന്ന് ഖിദ്മത്ത് ചെയ്തത് ഞാനായതുകൊണ്ട് മദീനയിൽ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അദ്ദേഹം അവിടുത്തെ 2 രാജാക്കന്മാരുടെ PA ആയിരുന്നു നേരത്തെ. അദ്ദേഹം ഒരു ചെറിയ അത്തറിന്റെ കുപ്പി ഹദിയയായി തന്നു. ആ അത്തർ അദ്ദേഹം പറഞ്ഞു, ഇത് കഅബയുടെ കിസ്വക്ക് ഉപയോഗിക്കുന്ന അത്തറാണ്. ഞാനതിന്റെ ചെറിയ 3 മില്ലിയുടെ വില അന്വേഷിച്ചപ്പോൾ നമ്മുടെ നാട്ടിലെ വില 28,000 രൂപയാണ്. 3 മില്ലി അത്തറിന് 28,000 രൂപയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉപയോഗിച്ച ഏറ്റവും വില കൂടിയ അത്തർ അതാണ്. ആ അത്തർ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു തവണ തേച്ചാൽ പരമാവധി ഒരു 24 മണിക്കൂർ ആ വസ്ത്രത്തിൽ ആ സുഗന്ധം ഉണ്ടാവും. അത്രേ കിട്ടും. ഒരു 3 മില്ലിക്ക് 28,000 രൂപ വിലയുള്ള അത്തറ് തേച്ചു വെച്ചാൽ ഒരു ദിവസം കഴിയുമ്പോൾ വാസന പോകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്ഥലത്ത് കൂടി ഇങ്ങനെ നടന്നു പോയാൽ ആ സ്ഥലത്ത് മിനിമം 3 ദിവസം കാൽപാദം ചവിട്ടിയതിന്റെ പേരിൽ സുഗന്ധം ഉണ്ടാവുമായിരുന്നു. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുഗന്ധത്തെ നമ്മൾ എങ്ങനെ ചിന്തിക്കും? മഹാനായ ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹുവിനെ അത്വയ്യബുത്തീബ് എന്ന് ചില ആളുകൾ വിളിക്കുമായിരുന്നു. അത്വയ്യബുത്തീബ് എന്ന് വിളിക്കും, അതിമനോഹരമായ സുഗന്ധമേ എന്ന് വിളിക്കും. അതിന് കാരണമുണ്ട്. മഹാനായ ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു മദീന പള്ളിയിൽ വന്നിരുന്നാൽ മദീന പള്ളി മൊത്തം സുഗന്ധമായി മാറും. പക്ഷേ മഹാനുഭാവൻ അത്തർ ഉപയോഗിക്കുന്നത് ആരും കാണാറുമില്ല. സ്വഹാബത്ത് അവരോട് ചോദിച്ചു, എന്താ ഇത്രമേൽ വലിയ സുഗന്ധം? മഹാൻ പറഞ്ഞു, അഖദനിൽ ബസറു അലാ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് എനിക്ക് വസൂരി പിടിപ്പെട്ടപ്പോൾ ഞാൻ റസൂലുള്ളാഹിന്റെ അടുക്കൽ ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ കൈ പിടിച്ച് വസൂരി ബാധിച്ച പ്രദേശങ്ങളിൽ ഹബീബൊന്ന് ഇങ്ങനെ തടവിയിരുന്നു. പിന്നെ ആ ശരീരം മദീന പള്ളി മൊത്തം സുഗന്ധമാകാൻ മാത്രം സുഗന്ധപൂരിതമായി മാറി. എത്രയോ സ്വഹാബത്തിന് ഇത് അനുഭവമാണ്. നമ്മൾ ഏത് മാനദണ്ഡം വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വർണ്ണിക്കുക? ഒരു കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്, ഹൃദയം അല്ലാഹുവിന്റെ ഹബീബിന് കൊടുക്കണം. നമ്മളെ നോക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമേ ഉണ്ടാവൂ. മറ്റാരും മഹ്ശറിൽ നോക്കാത്തൊരു നിമിഷം വരാനുണ്ട്. സിറാത്ത് പാലത്തിന്റെ മുകളിൽ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കുന്നൊരു സമയമുണ്ട്. സ്വഹാബത്ത് ചോദിച്ചല്ലോ, നബിയെ, മഹ്ശറിൽ വന്നിട്ട് ഞങ്ങൾ അങ്ങയെ എവിടെയാ തിരയുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വഹാബ, ഞാൻ ആ സിറാത്ത് പാലത്തിന്റെ മുകളിൽ ഉണ്ടാകും. അവിടെ അങ്ങയെ കണ്ടില്ലെങ്കിലോ നബിയെ? സിറാത്ത് പാലത്തിന്റെ മുകളിൽ വന്ന് നിൽക്കുന്നത് സിറാത്ത് പാലത്തിൽ കാൽപാദം വെക്കുന്നവരെ സ്വർഗത്തിലേക്ക് യാത്ര അയക്കാനാണ്. ഒരു മനുഷ്യൻ ഒന്നിങ്ങനെ സിറാത്ത് പാലത്തിലേക്ക് കാൽപാദം വെച്ചാൽ അവൻ സ്വർഗത്തിലേക്ക് ഇരുകാലുകളും വെക്കുന്നത് വരെ അല്ലാഹുമ്മ സല്ലിം സല്ലിം, പടച്ചോനെ ഇയാളെ രക്ഷപ്പെടുത്തണേ എന്ന് ദുആ ചെയ്യാൻ ഒരാൾ മാത്രം കാത്തിരിക്കുന്ന ഒരു ദിവസമുണ്ട്. സ്വഹാബത്ത് ചോദിച്ചു, നബിയെ അവിടെ കണ്ടില്ലെങ്കിലോ? മുത്തുനബി തങ്ങൾ പറഞ്ഞു, ഞാൻ ഹൗദിന്റെ അവിടെ ഉണ്ടാകും. അവിടെയും കണ്ടില്ലെങ്കിലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാൻ മനുഷ്യരുടെ നന്മ തിന്മകൾ തൂക്കുന്ന ഹിസാബിന്റെ സമീപത്തുണ്ടാകും. ആരുടെയെങ്കിലും ഹിസാബിൽ തിന്മയുടെ കിതാബ് കനം കൂടുമോ എന്ന് പേടിച്ച് അവിടെ നോക്കാനും, ആരെങ്കിലും ദാഹിച്ച് പ്രയാസപ്പെടുമോ എന്നന്വേഷിച്ച് ഹൗദുൽ കൗസറിന്റെ സമീപത്ത് നിൽക്കാനും, ആരുടെയെങ്കിലും കൽപാദം നരകത്തിലേക്ക് വീണു പോകുമോ എന്ന് പേടിച്ച് സിറാത്ത് പാലത്തിലേക്ക് പോകാനും, ഈ മൂന്നിലും ഇങ്ങനെ റൗണ്ട് ചുറ്റി നടക്കാൻ ഒരാളുണ്ടാകും. നമ്മളൊരു പ്രോഗ്രാമൊക്കെ സംഘടിപ്പിക്കുന്ന സമയത്ത് ഒരു നല്ല വലിയ സമ്മേളനമാണെങ്കിൽ ആ സമ്മേളനത്തിന്റെ മെയിൻ സംഘാടകൻ ഇങ്ങനെ ഓടുന്നുണ്ടാകും. അവർക്ക് മൈക്ക് നോക്കണം, അവർക്ക് സദസ്സ് നോക്കണം, അവർക്ക് ഗസ്റ്റിനെ നോക്കണം, അവർക്കുള്ള ഭക്ഷണം നോക്കണം, എല്ലാം നോക്കേണ്ടത് അതിന്റെ ഒരു മെയിൻ സംഘാടകനായിരിക്കും. എന്നതുപോലെ മഹ്ശറിലെല്ലാം നോക്കാൻ ഒരാളുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലിൽ അംബിയാഇ മനാബിറു മിൻ ദഹബ്, എല്ലാ അംബിയാക്കൾക്കും മഹ്ശറിൽ ഇരിക്കാൻ ഒരു മനോഹരമായ മിമ്പർ അല്ലാഹു പണിതു കൊടുക്കും. പക്ഷേ എന്റെ മിമ്പറിൽ ഞാൻ ഇരിക്കാറില്ല. അവിടെ ഞാനെങ്ങാനും പോയിരിക്കുന്ന നിമിഷം എന്റെ ഉമ്മത്തിൽ ആരെങ്കിലും നരകത്തിലേക്ക് പോകേണ്ടി വരുമോ എന്നെനിക്ക് പേടിയാ. എന്നാലോചിച്ച് ഞാൻ അവിടെ പോയിരിക്കാതെ ഉമ്മത്തിനെ നോക്കിയിരിക്കുമെന്ന് പറഞ്ഞത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ്. ആ റസൂല എല്ലാവരെക്കാളേറെ നമുക്ക് പ്രിയപ്പെട്ടവരായി മാറേണ്ടത്. അൻത ഉമ്മുൻ അം അബു മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹസ്നിക ഖത്ത് യാ സയ്യിദി ഖൈറൻ നബിയ്യ സ്വലാത്തു വസ്സലാമു അലർ റസൂൽ. أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي الصلاة على النبي والسلام على الرسول. നമ്മുടെ കൽബിലൊക്കെ മദീനയോടുള്ള ആത്മാർത്ഥമായ സത്യസന്ധമായ സ്നേഹം ഈ റബീഉൽ അവ്വലിന്റെ മുമ്പേ രൂപപ്പെടുത്താൻ നമ്മളൊക്കെ ശ്രമിക്കണം. അതോടൊപ്പം അവിടുത്തെ സുന്നത്തുകളൊക്കെ നമ്മുടെ ഇഷ്ടങ്ങളാവണം. അവിടുത്തെ സുന്നത്തുകളൊക്കെ നമ്മളെ ഇഷ്ടമാവണം. നിസ്കരിക്കാനൊക്കെ നേരത്ത് റസൂലുള്ളാഹിന്റെ ഇഷ്ടം ഒന്ന് ജമാഅത്താവല, അപ്പൊ നമ്മുടെ ഇഷ്ടവും ജമാഅത്താവണം. നാട്ടിലെ പള്ളിയിൽ സുബഹിക്ക് ജമാഅത്തിന് വരാത്തവരെ തേടിപ്പോയിരുന്ന ഒരു റസൂലുള്ളാഹിയുണ്ട്. നമ്മൾ സുബഹിക്ക് ജമാഅത്തിന് പോകാതിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരിക്കലും ഇഷ്ടാവൂല. റസൂലുള്ളാഹിക്ക് ഒരിക്കലും ഇഷ്ടാവൂല. നമ്മുടെ നാട്ടിലെ പള്ളിയിലെ ജമാഅത്തുകളിൽ നമ്മളൊക്കെ ഉണ്ടാകണം. ആരും അതിൽ വിമുഖത കാണിക്കരുത്. മഹാനായ
ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ സുബഹിക്ക് ജമാഅത്തിന് വരാത്തൊരു സ്വഹാബിയെ കുറിച്ച് അന്വേഷിച്ചു. സൽമാനുൽ ഫാരിസിയെ ചോദിച്ചപ്പോ പറഞ്ഞു, രാത്രി മുഴുവൻ ദിക്ർ ചൊല്ലിയിരുന്നപ്പോ രാവിലെ എണീറ്റപ്പോഴേക്ക് പള്ളിയിലെ ജമാഅത്ത് കഴിഞ്ഞുപോയി, അപ്പോൾ വീട്ടിൽ വെച്ച് നിസ്കരിച്ചതാ. മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞൊരു മറുപടിയുണ്ട്, ഒരു രാത്രി മുഴുവൻ ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ അല്ലാഹുവിന് ഇഷ്ടമാണ് ഒരാൾ സുബഹിയുടെ ജമാഅത്തിൽ പങ്കെടുക്കലെന്ന് സയ്യിദുനാ ഉമറുൽ ഫാറൂഖ്. അത് മുത്തുനബിക്ക് ഇഷ്ടമാണ്. സുന്നത്തുകളാവണം നമ്മെ നയിക്കുന്നത്. ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ മുമ്പും നമ്മൾ ആദ്യം നമ്മളോട് ചോദിക്കണം, ഇതിൽ എന്തൊക്കെ സുന്നത്തുകളുണ്ട്. വസ്ത്രം ധരിക്കാൻ പോകുമ്പോ ഒന്ന് ചിന്തിക്കുക, വസ്ത്രം ധരിക്കുമ്പോ എന്തെല്ലാം സുന്നത്തുകളെ പാലിക്കാം. ഉറങ്ങാൻ പോകുമ്പോ ആലോചിക്കാം, ഉറങ്ങുമ്പോ എന്തെല്ലാം സുന്നത്തുകളെ പാലിക്കാം. ഓരോ അമലിന്റെ മുമ്പും സാധ്യമാകുന്ന സുന്നത്തുകളെ ഓർത്ത്, ആവശ്യമായ സുന്നത്തുകളെ അറിയാത്തതാണെങ്കിൽ അന്വേഷിച്ച് പഠിച്ച് ഓരോ അമലിലും സുന്നത്തുകളെ പാലിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഏത് അമലിനെയും മൂന്നാളുകളാണ് നോക്കിക്കാണുക. ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നമ്മളെല്ലാ അമലും നബി തങ്ങൾ അറിയും. രണ്ടാമത്തെ കാര്യം, രണ്ടാമത് നോക്കിക്കാണുന്നത് ഇബ്ലീസാണ്. മറ്റൊന്ന് റബ്ബാണ്. അള്ളാഹുവിന് ഇഷ്ടമുണ്ടാവണം നമ്മളെ അമല്, റസൂലുള്ളാഹിക്ക് ഇഷ്ടമുള്ളതാവണം, ഇബ്ലീസിന് ഇഷ്ടമുള്ള വിധത്തിലാവരുത്. ഉറങ്ങാൻ നേരത്ത് വുളൂ ചെയ്യണമെന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശമാണ്. വുളൂ ചെയ്യാതെ ഉറങ്ങണമെന്നുള്ളത് ഇബ്ലീസിന്റെ ദുർവാശയാണ്. നമ്മൾ എവിടെ നിൽക്കുമെന്നുള്ളത് നമ്മൾ ആലോചിക്കുക. ഒന്ന് മൂത്രയിക്കാൻ പോയാൽ പിന്നെ ഇനിയിപ്പം വുളൂ ഒന്നും ആവൂല, ഞാൻ നേരത്തെ ചെയ്തിരുന്നല്ലോ, അതിൽ അഡ്ജസ്റ്റ് ചെയ്യട്ടെ എന്ന് ആലോചിക്കരുത്. ഞാൻ ഓർത്തു പോവുകയാ, മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് നവ്വറല്ലാഹു മർക്കദ, അള്ളാഹു ഉന്നതമായ ദറജ നൽകട്ടെ. ലൂസ് മോഷൻ ബാധിച്ചൊരു രാത്രിയിൽ വയറിളക്കം ബാധിച്ചു. ഓരോ തവണ ബാത്റൂമിൽ പോയി തിരിച്ചു വരുന്ന സമയത്തും വുളൂ ചെയ്തു വന്ന് 2 റക്അത്ത് നിസ്കരിച്ചിട്ടാണ് ഉറങ്ങാൻ പോവുക. ഉസ്താദിന്റെ മകൻ എന്നോട് നേരെ പറഞ്ഞ അനുഭവമാണ്. ഒരുപാട് തവണ ബാത്റൂമിൽ പോകേണ്ടി വന്നു. പോകും, തിരിച്ചു വരുമ്പോ വുളൂ ചെയ്യും. വുളൂ ചെയ്ത വുളൂവിന്റെ 2 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്യും. നമുക്ക് വുളൂ ചെയ്യാനുള്ള മനസ്സെങ്കിലും ഉണ്ടാവണ്ടേ? സാധ്യമാകുന്ന അത്ര സുന്നത്തുകൾ ജീവിതത്തിന്റെ ഭാഗമാക്കണം. സുന്നത്തുകളിൽ ഏറ്റവും വലിയ സുന്നത്ത് ഖൽബിൽ ആരോടും ഉറപ്പില്ലാതിരിക്കലാണ്. അതിനേക്കാൾ വലിയ സുന്നത്ത് ഒരു മനുഷ്യന് പ്രാക്ടീസ് ചെയ്യാനില്ല. അത് ഏറ്റവും വലിയ സുന്നത്താണ്. മുത്തുനബി തങ്ങൾ എന്റെ സുന്നത്താണ് എന്ന് പ്രത്യേകം പറഞ്ഞത് 2 കാര്യത്തെയാണ്. അതിലൊന്ന്, ഒരു മനുഷ്യനോടും ഉറപ്പില്ലാതെ രാപ്പകലുകൾ ജീവിച്ചു തീർക്കാൻ കഴിയലാണ്. അള്ളാഹു നമുക്കൊക്കെ അതിന് തൗഫീഖ് നൽകട്ടെ. ജീവിതത്തിൽ അള്ളാഹു ഖൽബിന് വലിയ വിശുദ്ധി പ്രദാനം ചെയ്യട്ടെ. തിന്മകളോട് ഇഷ്ടമില്ലാതെ നന്മയെ ഇഷ്ടപ്പെട്ട് ഈമാനിനെ ഇഷ്ടപ്പെട്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞതിലോ അനുബന്ധമായോ എന്തെങ്കിലും ആശങ്കകളുണ്ടെങ്കിൽ കുറഞ്ഞ സമയം ചോദിക്കാം. ശേഷം നമുക്ക് കുറഞ്ഞ ഇസ്തിഗ്ഫാർ ചൊല്ലി ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് പിരിയാം.